അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഈ വർഷം എല്ലാവർക്കും ഒരു തെറ്റുമില്ലാതെ നിസ്കരിക്കാൻ ഏറ്റവും ലളിതമായി ബലിപ്പെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിൻ്റെ രൂപവും നിയമങ്ങളും അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ മോഡൽ അവതരണമായിരിക്കും. ഇത് കണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റും. ഏറ്റവും ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ കൃത്യമായി പറയും. ഒറ്റയ്ക്കും ജമാഅത്തായും നിസ്കരിക്കേണ്ട രൂപം കൂടി പറഞ്ഞു തരും. ആദ്യം കുറച്ച് നിയമങ്ങൾ പറഞ്ഞു തരാം, ശേഷം ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ മോഡലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് ഏറെ ശക്തമായ സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയിൽ വെച്ച് ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി മാത്രമല്ല, സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. എന്നാൽ പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമില്ല, സുന്നത്താണ്. ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ശരിയാകും. പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ മാക്സിമം പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിന് പറ്റാത്തവർക്ക് അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ വെച്ച് അവർക്ക് പറ്റുന്ന പോലെ നിസ്കരിക്കാം. സ്ത്രീകളാണെങ്കിൽ അവരുടെ വീടുകളിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ അവർക്കും ഒറ്റയ്ക്ക് നിസ്കരിക്കാം. ആവശ്യം മനസ്സിലാക്കാം. ഇനി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ചത് മുതലാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യുക. ഉച്ചവരെ ഇതിനൊക്കെ സമയമുണ്ട്. അതായത് പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെ, ളുഹർ വരെ ഇതിനൊക്കെ സമയമുണ്ട്. ഈ സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയം പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര ഖദർ ഉയർന്നതിന് ശേഷം നിസ്കരിക്കലാണ്. അതായത് പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. 6:10 സൂര്യൻ ഉദിക്കുകയാണെന്ന് സങ്കല്പിക്കാം എങ്കിൽ 6:30 ശേഷം നിസ്കരിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി പെരുന്നാൾ നിസ്കാരം ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ബാങ്കും ഇക്കാമത്തൊന്നും വിളിക്കേണ്ടതില്ല. ഇനി വേറൊരു വിഷയം, ഒരാൾക്ക് ഉച്ചയ്ക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇതിന് ഖളാ വീട്ടിലും സുന്നത്തായി വരും. ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി പെരുന്നാൾ നിസ്കാരം ഒരു സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ബാങ്കും ഇക്കാമത്തും വിളിക്കേണ്ടതില്ല. പലരുടെയും കൺഫ്യൂഷനാണ്. അങ്ങനെ ബാങ്കും ഇക്കാമത്തും ഇതിനു വേണ്ടി നമ്മൾ വിളിക്കേണ്ടതില്ല. അതേസമയം പെരുന്നാളിൻ്റെ രാവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി നമ്മൾ തക്ബീർ ചൊല്ലുന്നുണ്ടാകും. ആ തക്ബീറുകളൊക്കെ നമ്മൾ അതേപോലെ കൃത്യമായി ചൊല്ലാം. ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം, പെരുന്നാൾ ദിനം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി, നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു തരികയാണ്, കുളിച്ച് വൃത്തിയായി ഉളുവൊക്കെ ചെയ്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യം നമ്മൾ കരുതുക നിയ്യത്താണ്. എങ്ങനെയാണ് നിയ്യത്ത്? ബലിപെരുന്നാളാകുമ്പോൾ ബലിപെരുന്നാൾ എന്ന് നിയ്യത്തിൽ പ്രത്യേകം കരുതുക. അപ്പോൾ ഉസല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. ബലിപെരുന്നാളിൻ്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് കരുതുക. ഏറ്റവും ചുരുക്കിയിട്ട് ബലിപെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും മതിയാകും. നിയത്ത് കരുതുക എന്നുള്ളത് നിർബന്ധമാണ്. കരുതുന്നതോടൊപ്പം വായ കൊണ്ട് പറയൽ നല്ലതാണ്. ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിങ്ങളാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം കരുതുക. മഅ്മൂമിങ്ങളാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്തിൽ പ്രത്യേകം കരുതുക. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഈ നിയത്തോടെ കൂടെ നമ്മൾ തക്ബീർ ചൊല്ലി കൈകെട്ടും, എല്ലാ നിസ്കാരത്തെ പോലെ. ഇതിനൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുക. നിസ്കാരത്തിൽ നിയത്തും തക്ബീറത്തുൽ ഇഹ്റാം ഒക്കെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ നിസ്കാരത്തെ പോലെ നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. അങ്ങനെ കൈകെട്ടിയതിന് ശേഷം നമ്മൾ വജ്ജഹ് തോതുക. പെരുന്നാൾ നിസ്കാരത്തിലും വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വജ്ജഹ് തോതുക. വജ്ജഹ് ഓതി കഴിഞ്ഞതിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിലെ 1ാമത്തെ റകഅത്തിൽ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ വജ്ജഹത്തുവിന് ശേഷം അല്ലാഹു അക്ബർ ഒരു പ്രാവശ്യമായി. ഇങ്ങനെ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് പറയുക. അപ്പോൾ വജ്ജഹത്തുവിന് ശേഷം അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് പറഞ്ഞ ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്നിങ്ങനെ തക്ബീർ ചൊല്ലി കൈകെട്ടുക. വീണ്ടും തസ്ബീഹ് പറയാം. ഇങ്ങനെ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക. ഓരോ തക്ബീറുകൾക്കിടയിലും ഈ തസ്ബീഹ് പറയാം. ഇനി മനസ്സിലാക്കാം, 7ാമത്തെ തക്ബീറിന് ശേഷം ഈ തസ്ബീഹ് പറയേണ്ടതില്ല. 7ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ ഈ തസ്ബീഹ് പറയേണ്ടതില്ല. ശേഷം നമ്മൾ നേരെ 7ാം തക്ബീറിന് ശേഷം നമ്മൾ നേരെ ഔദോതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ സൂറത്ത് നമുക്കറിയാം നിർബന്ധമുള്ള കാര്യമാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സൂറത്ത് ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സൂറത്ത് ഓതുക. സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫും 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖമർ ഓതുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ്. ഇനി ഈ സൂറത്ത് അറിയുന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. 1ാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ ഓതലും 2ാമത്തെ റക്അത്തിൽ ഹൽ അതാക്ക ഓതലും പ്രത്യേകം സുന്നത്താണ്. ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ്. ഇനി ഇതൊന്നും അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സൂറത്തുകൾ ഓതാം. അറിയുന്ന സൂറത്ത് ഓതിയാലും സൂറത്ത് ഓതുക എന്നുള്ളതിൻ്റെ ഫലം ലഭിക്കും. ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി അങ്ങനെ നമ്മൾ സൂറത്തും കൂടി ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ റുക്കൂയിലേക്ക് പോവുക. റുക്കൂ, എഴുത്തിദാല്, സുജൂദ്, സുജൂദുകൾക്കിടയിലെ ഇരുത്തം, 2ാം സുജൂദ്, ഇവയൊക്കെ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ ചെയ്ത് നമ്മൾ നേരെ 2ാമത്തെ റക്അത്തിലേക്ക് വരിക. അങ്ങനെ 2ാമത്തെ റക്അത്തിലേക്ക് എത്തിയതിന് ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. ഇവിടെയും ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് പറയാം. അതായത് നമ്മൾ നേരെ തക്ബീർ ചൊല്ലി 2ാമത്തെ റക്അത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് വീണ്ടും 5 പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടേണ്ടത്. ഇനി ഇവിടെയും 5ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ അതിനുശേഷം ഈ തസ്ബീഹ് പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഔദോതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, ശേഷം സൂറത്ത് ഓതുക. പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സൂറത്ത് ഓതുക. അതല്ല എങ്കിൽ നിങ്ങൾക്കറിയുന്ന സൂറത്ത് ഓതുക. അതറിയില്ല എങ്കിൽ നിങ്ങൾക്കറിയുന്ന സൂറത്ത് ഓതുക. ആവശ്യം മനസ്സിലാക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, 1ാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യം പ്രത്യേകം തക്ബീർ ചൊല്ലലും 2ാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യം പ്രത്യേകം തക്ബീർ ചൊല്ലലും സുന്നത്തുള്ള കാര്യമാണ്. ഒരാൾ ഈ തക്ബീർ മറന്ന് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ 2ാമത് തക്ബീറിന് വേണ്ടി മടങ്ങേണ്ടതില്ല. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഇമാമ് തക്ബീർ മറന്ന് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ ഇമാമിനെ തസ്ബീഹൊക്കെ ചൊല്ലി പ്രത്യേകം ഉണർത്തേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ചെയ്യരുത്. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് സുന്നത്തുള്ള വിഷയമാണ്. ഇനി ഈ തക്ബീറൊന്നും ചൊല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം ശരിയാകും. പറ്റുമെങ്കിൽ ഈ തക്ബീറുകളൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കാം. ഇനി 2ാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടി അതിനുശേഷം നമ്മൾ ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതിക്കഴിഞ്ഞാൽ പിന്നീട് റുക്കൂ, എഴുത്തിദാല്, സുജൂദ്, സുജൂദുകൾക്കിടയിലെ ഇരുത്തം, 2ാം സുജൂദ്, ഇവയൊക്കെ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ ചെയ്ത് അവസാനം അത്തഹിയാത്തിന് വേണ്ടി ഇരുന്ന് അത്തഹിയാത്തും ശേഷമുള്ള സ്വലാത്തും ദുആവും ചൊല്ലി നമുക്ക് സലാം വിട്ടാം. അപ്പോൾ നിസ്കാരം പൂർത്തിയായി, എല്ലാ നിസ്കാരത്തെ പോലെ തന്നെ. ഇനി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ തക്ബീർ ചൊല്ലുമ്പോൾ ഇമാമാണെങ്കിൽ ഏതായാലും ഉറക്കെ തക്ബീർ ചൊല്ലും. ആ തക്ബീറുകൾക്കിടയിലുള്ള തസ്ബീഹ് പതുക്കെയാണ് ചൊല്ലേണ്ടത്. മഅ്മൂമിങ്ങളാണെങ്കിലും ഈ തക്ബീർ ഒരൽപ്പം ഉറക്കെയാണ് അവരും ചൊല്ലേണ്ടത്. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവയ്ക്കിടയിലുള്ള തസ്ബീഹ് പതുക്കെയാണ് പറയേണ്ടത്. ഇനി മനസ്സിലാക്കുക, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞ് നമുക്ക് ഫാത്തിഹ ഓതാൻ സമയം കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുക. ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹ ഓതുക. ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ ബാക്കി ഇമാം ഓതുന്ന സൂറത്തുകളൊക്കെ നമ്മൾ കേട്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് പറ്റുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യാം. ഇനി ഈ തക്ബീർ മറന്നാൽ 2ാമത് ഒരിക്കലും തക്ബീറിന് വേണ്ടി മടങ്ങരുത് എന്ന് മാത്രമല്ല, ഇനി തക്ബീർ മറന്നതിൻ്റെ പേരിൽ സഹവിൻ്റെ സുജൂദ് ചെയ്യാനും നിൽക്കരുത്. കാരണം ഇത് അബാദ സുന്നത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് പറ്റുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. വളരെ പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ്. ഇനി പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റാത്ത ആളുകൾ മാക്സിമം നല്ല രൂപത്തിൽ ഈ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, പുരുഷന്മാരുടെ ജമാഅത്താണെങ്കിൽ പെരുന്നാൾ നിസ്കാര ശേഷം 2 ഖുതുബ സുന്നത്തുണ്ട്. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾ. അതേപോലെ സ്ത്രീകളുടെ ജമാഅത്തിൽ ഇതൊന്നും ഇങ്ങനെ ചെയ്യണമെന്നില്ല. ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി അതുമാത്രമല്ല, പെരുന്നാൾ ദിനം വളരെ നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താം. നല്ല കുടുംബ ബന്ധം പുലർത്താനും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും നല്ല രൂപത്തിൽ സദഖ ചെയ്യാനും പുതുവസ്ത്രങ്ങൾ അണിയാനും അങ്ങനെ തുടങ്ങി നല്ല നല്ല കാര്യങ്ങളൊക്കെ
നമ്മൾ ചെയ്യാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവരോടും ദുആവസിയത്തോടെ അവസാനിപ്പിക്കുന്നു. ഒപ്പം ഇസ്ലാമിക വിഷയങ്ങൾക്ക് ഏറ്റവും ലളിതമായി പഠിക്കാൻ നാഫി അക്കാഡമിയിൽ കോഴ്സുകൾ ലഭ്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. ക്ലാസ് നോട്ട്സുകളൊക്കെ സഹിതം എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ nafiacademy.com എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും.